ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ബേബി ഷവറിൻ്റെ തലേ ദിവസം കുറച്ച് പരിപാടികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന് കുളി കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മൾ പരിപാടിയിലേക്ക് കിടക്കായിരുന്നു കേട്ടോ. അപ്പം ഡെക്കറേഷൻ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് ഒരു മെയിൻ ബാക്ക് ഡ്രോപ്പും പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് ബലൂൺ ഡെക്കറേഷൻസ്, ഒരു മിനിമൽ ഫംഗ്ഷൻ ആയിരുന്നു, ലൈക്ക് മിനിമൽ ബഡ്ജറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ഡ്രോപ്പ് നമ്മൾ നമ്മുടെ ഐഡിയ വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാമായിരുന്നു. ബാക്കി ബലൂണും കാര്യങ്ങളൊക്കെ ഓൺലൈൻ നമ്മൾ ഷോപ്പിംഗ് ചെയ്തു. കൃഷ്ണനെ പിന്നെ ഞാൻ ആ ബാക്ക് ഡ്രോപ്പിൻ്റെ കാര്യമൊക്കെ ഏൽപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മെഹന്തി ഇടാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്കും അമ്മയ്ക്കും എൻ്റേതായില്ല, എനിക്കങ്ങനെ വലിയ വരയ്ക്കാൻ അങ്ങനെ വലിയ കഴിവുള്ള ആളൊന്നുമല്ല, പക്ഷേ എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും മെഹന്തി ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാളെയും പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം അമ്മയ്ക്കാട്ടോ ഇട്ട് കൊടുത്തു. അമ്മയ്ക്ക് പിന്നും ഏതാണ്ട് കാലമൊക്കെ കുഞ്ഞിക്കാലായിരുന്നു ഞങ്ങൾ മെയിൻലി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഏതാണ്ടൊക്കെ ശരിയായെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിരുന്നില്ല. പിന്നെ ചേച്ചിക്കും കൂടി വരച്ചു കൊടുത്തിട്ട് ഞാൻ കൃഷ്ണയോടൊപ്പം പോയിട്ടോ. ബാക്ക് ഡ്രോപ്പിൻ്റെ സെഷൻ കൃഷ്ണനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ബാക്കി ബലൂണിൻ്റെ കാര്യമൊക്കെ മാത്രം എനിക്ക് നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒട്ടിപ്പും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 3 മണി എന്തോ ആയിട്ടോ അന്ന് ഉറങ്ങുമ്പോൾ തന്നെ ഇതായിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ ആ ഒരു മെസ്. പക്ഷെ ആ ബാക്ക് ഡ്രോപ്പ് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ, ഞങ്ങൾക്ക് രണ്ടാൾക്കും. കാരണം ഞങ്ങളുടെ തീം ജെൻഡർ ന്യൂട്രൽ തീമായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ബോയ് ഓർ ഗേൾ ഹുവെവർ ഇറ്റ് ബി, അതൊരു ജെൻഡർ ന്യൂട്രൽ തീമായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഫൈനൽ എഫേർട്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ തലേ ദിവസത്തെ കാഴ്ചയല്ലേ, അപ്പോൾ ബേബി ഷവറിൻ്റെ വീഡിയോ അധികം വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മിസ്സാക്കാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ.